ഓക്കെ, നമുക്ക് ഇന്ന് രാവിലെ നമ്മുടെ അരി ഇതാ പുറത്തിട്ട് അടപ്പിലാണ് കേട്ടോ വേവിക്കുന്നത്. അത്യാവശ്യം വെന്തിട്ടുണ്ട്. 10 മണി 7 മണിക്ക് ഇട്ടതായിരിക്കും. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി ഊറ്റാനിട്ടിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കുഞ്ഞ് ചക്ക നിൽപ്പുണ്ട്. അത് അടത്തിയിട്ട് നമുക്ക് തോരൻ വെക്കാം. അപ്പം നമുക്കിതാ ഇതടത്തിയാൽ മതിയാവും കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇത് മതിയായിരിക്കും. ഇതെടുത്തിട്ട് നമുക്കൊരു തോരൻ വെക്കാം കേട്ടോ. അടിപൊളി. നമ്മളിതാ ഇങ്ങനെയുള്ളൊരു പിച്ചാത്തിയാണ് കേട്ടോ. അതായത് കണ്ടോ, ഇതാകുമ്പോൾ പെട്ടെന്ന് മുറിഞ്ഞു വരും. പക്ഷെ അല്ലാതെ കൈ വെച്ചെടുക്കാൻ നോക്കരുത്, നന്നായത് വരണ്ട. കറയൊന്ന് പോയി കിട്ടണം. നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചേർക്കാം. വൈറ്റ് ഗുഡ്. ഓക്കെ, ഇനി നമുക്കിതാ ഇതിനെ ചെത്താമേ. കാണുന്നുണ്ടോ വന്നിട്ട്? മുകളിൽ ചെത്തി പോകണല്ലോ. നല്ല കറയുണ്ട്. അവിടെ ഒരു ചകിരി ഞാൻ വെച്ചിട്ടുണ്ട്, അതിങ്ങോട്ട് തന്നെ വൈറ്റ് ആക്കിയിട്ട്. ഓക്കെ, ഇതാ നമുക്ക് കറ ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുടച്ചെടുത്തിട്ട് ഇതിങ്ങനെ ചെത്തി എടുക്കാവേ. അയ്യോ, ശരി, ആരോഗ്യം എടുക്കുന്ന പണിയാണ് ചക്ക വൃത്തിയാക്കൽ എന്ന് പറഞ്ഞു. പാറ്റ കരി പിടിക്കണോ? നമുക്ക് ഇതേപോലെ ഇതിങ്ങനെ ചെത്തി എടുക്കാം കേട്ടോ. നല്ല ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊത്തി അരിഞ്ഞ് തോരനാക്കിയാലും മതി. നോക്കാം നമുക്ക്. കുറേ ഇങ്ങനെ വലുതായിട്ടില്ല. ഇതിനെ നമുക്ക് ചെത്തി അങ്ങ് എടുത്തിട്ട് വെള്ളത്തിലോട്ട് അരിഞ്ഞിടാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇങ്ങനെയാണ് കേട്ടോ കൊത്തി അരിയുന്നത്. നാളെ വെച്ച് നോക്കിയപ്പോൾ സക്സസ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നും ഇല്ല, പറഞ്ഞ പോലെ തോരൻ വെക്കാനായിട്ടൊന്നും കിടപ്പില്ല. നമുക്ക് പറമ്പിൽ തന്നെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എടുക്കാമല്ലോ. റെൻറ്റിനാണെങ്കിലും ചക്കയൊക്കെ എടുക്കുന്നതിനകത്തൊന്നും പറയില്ല. കാരണം ഒരുപാട് ഇത് കൂഴയാണ്, നമ്മളിവിടെയൊക്കെ കൂഴയെന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതിന് അധികം വലുതാവാത്ത ചക്കയാണ്. വെറുതെ വീണ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തവും അട്ടയുടെ ഒരു ശല്യമുണ്ട്. ചക്കയുടെ ഇതെല്ലാം കൂടെ വേസ്റ്റ് എല്ലാം കൂടെ വീഴുന്നുണ്ടേ. അപ്പം കുറച്ചെങ്കിലും നമ്മളിങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് മേടിക്കുന്ന പച്ചക്കറിയിലുള്ള മാലിന്യമൊക്കെ വെച്ച്, മാലിന്യം മീൻസ് എന്താണ്, പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ കറിയിച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ എല്ലാം കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ. അത് നമ്മുടെ ചക്കയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പാണ് കേട്ടോ. അതിൽ തേങ്ങ, നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതാ നമുക്കൊരു കറിവേപ്പില പൊട്ടിച്ചതിടണം. പിന്നെ അതാ നമ്മുടെ മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ലേശം ജീരകം, കുരുമുളക് പൊടി, പച്ചമുളക് വേണം കേട്ടോ. പച്ചമുളക് വേണം. കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. നമുക്ക് ഇത് ഇളക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് വെക്കാം കേട്ടോ. 2 പച്ചമുളകും കൂടെ കയറിയിടണം. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഇതിനകത്തോട്ടൊന്ന് അരിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ അരപ്പിട്ട് കൊടുക്കാമേ. ഇതാ തോരന് ചതച്ച് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ പച്ചമുളക് അധികം ചതഞ്ഞിട്ടില്ല, ചതയാത്ത നല്ലത് മോക്കും കൂടെ കൊടുക്കുന്നുണ്ടേ. നമുക്കിതിനെ ഇളക്കിയെടുക്കാം. ഇതിങ്ങനെ നന്നായിട്ട് തിരുമ്മി എടുക്കണം കേട്ടോ. തിരുമ്മി ലേശം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാമേ. ഇതങ്ങനെ ഫൈനലി നമ്മുടെ ചക്ക തോരനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇതൊന്ന് പറ്റിയാൽ മതി.